എല്ലാവർക്കും ഹായ്, സ്വാഗതം ബെനീസ് വ്ലോഗ്സിലേക്ക്. ഐഗർ ക്ലസ്റ്റർ സ്റ്റേഷനിൽ നിന്നും നമ്മൾ യുങ്ഫ്രോ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ എത്തി. അവിടെ നിന്നും ട്രെയിൻ ഇറങ്ങി നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. 2-3 ബോഗിയേ ഉള്ളൂ. ആൾക്കാരെല്ലാം ഇറങ്ങി പതിയെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് മാർക്ക് ചെയ്യുക. ഇതെല്ലാം പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന തുരങ്കങ്ങളാണ്. സൈഡും മുകൾ ഭാഗം എല്ലാം ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരിച്ച് പോകാനുള്ള വഴിയാണ് ഇടതുവശത്ത് കാണുന്നത്. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നവർ ഇതിലൂടെയാണ് പോകേണ്ടത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ. 2 സൈഡിലേക്കുള്ളതാണ് കണ്ടത്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പം കാണുന്നത് പിക്കാൻഡസ് ലോഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ജങ്ഫ്രോ ടോപ്പ് ഓഫ് യൂറോപ്പിലുള്ള ഒരു ഭക്ഷണവും വിശ്രമവും ലഭിക്കുന്ന ഇൻഡോർ ലോഞ്ചാണത്. ഇവിടെ നിങ്ങൾക്ക് കടുത്ത തണുപ്പിൽ നിന്ന് അല്പം വിശ്രമിക്കാം. ചൂടുള്ള ഭക്ഷണവും പാനീയങ്ങളും ലഭിക്കും. മഞ്ഞുമൂടിയ ആൽപ്സ് കാഴ്ചകൾ വിൻഡോ വഴി ആസ്വദിക്കാം. യുങ്ഫ്രോ സന്ദർശനത്തിനിടയിൽ നമ്മുടെ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റ് ഐഗർ എന്ന് പറഞ്ഞ്. ഇവിടെയും ഭക്ഷണങ്ങളുണ്ട്. യുങ്ഫ്രോ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഈ പിക്കാൻഡസ് ലോഞ്ച് എന്ന് പറയുന്നത്. പ്രധാന അട്രാക്ഷന് സമീപമായിട്ട് സ്പിൻസ്, ആൽഫൈൻ സെൻസേഷൻ, ഐസ് പാലസ് എന്നിവയ്ക്ക് ശേഷം സാധാരണ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. സ്പിങ്സ് നിരീക്ഷണ കേന്ദ്രം, ആൽഫൈൻ സെൻസേഷൻ പ്രദർശനം, ഐസ് പാലസ് എന്നിവയാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ നാം എത്തിയത് യൂറോപ്പിൻ്റെ നെറുക എന്നറിയപ്പെടുന്ന യുങ്ഫ്രോയിലേക്കാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതോടെ തന്നെ തണുത്ത മഞ്ഞുകാറ്റ് മുഖത്ത് തഴുകുന്നത് പോലെ ഒരു മനോഹര അനുഭവം. ഇപ്പം നമുക്ക് മുന്നോട്ട് നടക്കുന്ന വഴി സ്പിങ്സ് വ്യൂ പോയിന്റിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നീണ്ട വഴിയിലൂടെ നടക്കുമ്പോൾ ചുറ്റും എല്ലായിടത്തും പരന്നു കിടക്കുന്ന നമ്മളിപ്പം കാണുന്നത് ഇവിടെ നമ്മുടെ പോകുന്ന റൂട്ടിന് മുകളിൽ അവർ ഈ മെറ്റൽ നെറ്റ് കൊണ്ട് എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെല്ലാം വേറൊരു മെറ്റലിൻ്റെ ഒരു കവറിങ് കൂടെ ഉണ്ട്. സൈഡിലെല്ലാം പാറ പൊട്ടിച്ച് അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എല്ലാം വിള്ളലുകളെല്ലാം അടച്ച് നല്ല നീറ്റാക്കിയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. സ്പിങ്സ് നിരീക്ഷണ കേന്ദ്രത്തിലേക്കും ആൽഫൈൻ സെൻസേഷൻ പ്രദർശനത്തിലേക്കും ഐസ് പാലസിലേക്കുള്ളതാണ് ഈ വഴി. ഇവിടെ നമ്മൾ നടന്ന് തന്നെ തീർക്കണം.
ഇവിടെ മുകളിലെല്ലാം ഈ നെറ്റ് കൊണ്ട്, മെറ്റൽ നെറ്റ് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ കല്ലുകളൊന്നും അടർന്ന് നമ്മൾ പോകുന്ന നമ്മുടെ ദേഹത്തൊന്ന് വീഴാതിരിക്കാൻ വേണ്ടി. സൈഡിലെല്ലാം അത് കല്ലൊക്കെ നന്നായിട്ട് ഒതുക്കി എവിടെയൊന്നും ഇല്ലാത്ത പോലെ അവരത് നീറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ മെയിൻ കനാലിൽ മെയിൻ തുരങ്കത്തിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള തുരങ്കം വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്ന നീണ്ട വഴിയിലൂടെ നടക്കുമ്പോൾ ചുറ്റും എല്ലായിടത്തും പരന്നു കിടക്കുന്ന വെള്ള നിറമുള്ള ഹിമാനി ലോകമാണ്. പൂർണ്ണമായും മഞ്ഞിൽ മൂടിയ ആൽസ് പർവ്വതങ്ങൾ, വലതുവശത്താണ് തിളങ്ങുന്ന മഞ്ഞുമലകളും ഇടയ്ക്കിടെ കാണുന്ന പിളർന്ന ഐസ് പാളികളുമാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്കാണ് എത്തുന്നത്. ഈ ലിഫ്റ്റ് എടുത്താൽ നേരെ സ്പിങ്സ് നിരീക്ഷണ കേന്ദ്രത്തിലേക്കാണ്. മുകളിലെത്തുമ്പോൾ 360 ഡിഗ്രി വ്യൂ എല്ലാ ദിശയിലുമായി പരന്നു കിടക്കുന്ന ആൽസ് പർവ്വതനിരകൾ, താഴെ കാണുന്ന അത്ലസ് ഗ്ലേഷ്യർ എന്ന ദീർഘമായ ഹിമാനി അതിമനോഹരമാണ്. നമ്മൾ മുകളിലേക്ക് അതിവേഗം ലിഫ്റ്റ് വഴി പോവുകയാണ്. നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തെത്തി. ഇവിടെ നിന്നിങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ യുംഫ്രോ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളാണ് ചുറ്റും കാണുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. കാറ്റിൻ്റെ ശബ്ദം, തണുപ്പിൻ്റെ സ്പർശം, വെളുത്ത മഞ്ഞിൻ്റെ പ്രകാശം എല്ലാം ചേർന്ന് ജീവിതകാലം മുഴുവൻ ഓർമ്മയായി നിൽക്കുന്ന ഒരനുഭവം. അകത്തുനിന്ന് കാണുന്നത്. ഇവിടെ അകത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. വെളിയിൽ ഇറങ്ങിയാൽ മൈനസാണ്. നമുക്കൊരു 10 മിനിറ്റ് കഷ്ടിച്ചേ വെളിയിൽ പിന്നെ ഇറങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അന്നേരം നമ്മൾ തണുത്ത് വരച്ച് അകത്ത് കയറേണ്ടി വരും. ഇവിടെ എല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ ഷെൽട്ടറിനുള്ളിലായതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്കിവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വെളിയിലെ ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ട് കാണുവാനും പറ്റും. ഞങ്ങൾ 2 പേരെ ഇങ്ങ് എത്തിയുള്ളൂ. അങ്കിള് ഞങ്ങളുടെ ട്രെയിന് കയറാൻ പറ്റില്ല, മിസ്സായിപ്പോയി. അങ്കിളിൻ്റെ പ്രതീക്ഷയുണ്ട് ഞങ്ങൾ അടുത്ത ട്രെയിനിൽ വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ പല നിലകളായിട്ട് ഈ സ്റ്റെയറിൽ ആൾക്കാർ ഇങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ താഴേന്ന് മഞ്ഞിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ആ മഞ്ഞൊക്കെ എൻജോയ് ചെയ്യണം അവരവിടെ. ഈ മലകൾക്കിടയിലെ ഗർത്തങ്ങളും മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങളും എല്ലാം നമുക്കിവിടെ വന്നാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് പർവ്വതങ്ങളുടെ മുകൾ ഭാഗം.
മുകളും ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ. ഇവിടെ നമുക്കൊരു 360 വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ ഈ നേരെ കാണുന്ന ആ ഒരു ചെറിയൊരു കൊടുമുടിയാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ്. അതിന് മുകളിലേക്ക് നമുക്കിങ്ങനെ ഈ നേരിട്ട് പോകാൻ പറ്റത്തില്ല. ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അവിടെ ഇരുന്ന് അകത്തിരുന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഇതാണ് അവിടെ നമുക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റിയ ബാൽക്കണി പോലത്തെ സ്ഥലം. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കാരണം ഒരു രക്ഷയില്ല. എന്നാൽ നമുക്കൊരു 10 മിനിറ്റൊക്കെ മാക്സിമം ഇവിടെ നിൽക്കാൻ പറ്റും. ഒരു നദി പോലെ ഇങ്ങനെ ഐസ് ഒഴുകി കിടക്കുന്നതാണ് കാണുന്നത്. രണ്ട് സൈഡിലും ഈ പാറക്കെട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. ഇതാണ് യൂറോപ്പിലെ ഈ ആൽപ്സ് പർവ്വതനിരകളുടെ ഏറ്റവും പൊങ്ങിയ ഭാഗം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഇതല്ല, ഇറ്റാലിയൻ സൈഡിലുള്ള പർവ്വതമാണ് ഏറ്റവും പൊങ്ങിയ, ഈ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പൊങ്ങിയ പർവ്വത പ്രദേശമെന്ന്. പക്ഷെ അവിടെ നമുക്ക് ഇതുപോലെ ട്രെയിനിലോ ഒന്നിലോ നമുക്ക് ഈ കേബിൾ കാറിലോ ഒന്നും കയറാൻ പറ്റത്തില്ല. പർവ്വതാരോഹകർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. ഇതേപോലെ ട്രെയിനിലും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വന്ന് കയറി കാണാൻ പറ്റുന്ന, സാധാരണ ആൾക്കാർക്ക് കയറി കാണാൻ പറ്റുന്ന ആൽപ്സിൻ്റെ ഏറ്റവും പൊങ്ങിയ പ്രദേശമാണിത്. ഒരു ആറ് പോലെ ഇങ്ങനെ ഈ മഞ്ഞ് വീണ് കിടക്കുവാണ് അങ്ങോട്ട്. എത്ര കനത്തിലാണ് മഞ്ഞ് വീണ് കിടക്കുന്നതെന്ന് നോക്കൂ. എന്ത് ഭംഗിയാണ് അതിന്. ആൾക്കാർ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ വന്ന് നിന്ന് പിന്നെ ഇത് കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു കവാടം. അതൊരു ഗവേഷണ സ്ഥലം കൂടിയാണ്. ഇതാണ് ഈ ഭാഗത്ത് ഏറ്റവും പൊങ്ങിയ മലയുടെ മുകൾ പ്രദേശം എന്ന് പറയുന്നത്. നമ്മളെ കണ്ട ഇതാണ് ഈ കാണുന്ന. ഇവിടെ നോക്കിയാൽ ഈ മലയുടെ മറ്റൊരു പ്രദേശം കാണാം. ഇടയ്ക്ക് ഇങ്ങനെ അഗാധ ഗർത്തവുമായി ചെരിഞ്ഞ അവിടെ എല്ലാമാണ് ഈ പുല്ല് സൈഡിൽ മരങ്ങളും പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. വളരെ മനോഹരമാണ്. ഞങ്ങൾ താഴ്വാരത്ത് നോക്കിയാൽ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഇതെല്ലാം ഇങ്ങനെ മഞ്ഞ് പുതച്ച് ഇങ്ങനെ കിടക്കുവാണ്. പക്ഷേ താഴ്വാരങ്ങൾ അതിമനോഹരമാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഈ താഴ്വാരങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. ഈ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഇവിടെ വന്ന് വ്യൂ ചെയ്യാനും എല്ലാമായിട്ട് കാര്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കിവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഇവിടെ എല്ലാം നല്ല കനത്തിൽ മഞ്ഞ് വീഴുന്നുണ്ട്. ഈ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. ഇവിടെ മൈനസാണ്. നമുക്ക്
അധികം സമയം ഇവിടെ നമുക്ക് നിൽക്കാൻ മേല. മാക്സിമം ഒരു 10 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈയെല്ലാം മരച്ചു പോകും. അപ്പം കൈയെല്ലാം നമുക്ക് കയ്യുറയൊക്കെ ഇട്ടിരുന്നാലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്കൊരു നിൽക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ കാറ്റുള്ള സമയത്താണെങ്കിൽ ഒട്ടും പറ്റിയല്ല. അതുപോലത്തെ തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ഏറ്റവും മോൾ പ്രദേശമായതുകൊണ്ട് അതുപോലെ ഇവിടെ തണുപ്പുമുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. കാറ്റിൻ്റെ ശബ്ദം, തണുപ്പിൻ്റെ സ്പർശം, വെളുത്ത മഞ്ഞിൻ്റെ പ്രകാശം എല്ലാം ചേർന്ന് ജീവിതകാലം മുഴുവൻ ഓർമ്മയായി നിലനിൽക്കുന്ന ഒരനുഭവം. താഴെ വളരെ പൊട്ടുപോലെ ആൾക്കാരുണ്ട്. അവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മഞ്ഞ് വീണ് ഒരു വലിയൊരു നദി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് സ്പിങ്സ് വ്യൂ പോയിന്റിൽ നിന്നുള്ള കാണുന്ന അത്ഭുത ലോകം. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഐസ് പാലസും അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന ആൽഫൈൻ സെൻസേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.